ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏകൻ ലേണിംഗ്. ഇറ്റ്സ് മീ ഫാസിൽ. അപ്പോൾ മക്കളെ, 10ാം ക്ലാസ്സിന്റെ IT എക്സാം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു പ്രാക്ടിക്കൽ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുക? എൻ്റെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് A+ ആണ്. ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ബാക്കി സബ്ജക്റ്റിനെ ഓർത്തും കൂടെ അല്ല, IT ഓർത്ത് നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഫുൾ A+ പോവോ, അല്ലെങ്കിൽ ITക്ക് A+ കിട്ടാതിരിക്കോ എന്നുള്ള വളരെ വലിയൊരു പ്രഷറിലായിരിക്കും നിങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഇനി അങ്ങോട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ITക്ക് A+ വാങ്ങിക്കാൻ പറ്റും, ഷുവർ ആണ്. സോ A+ എല്ലാവർക്കും കുറഞ്ഞു പോകുന്നത്, ITക്ക് A+ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തിയറി എക്സാം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല, തിയറി ചോദ്യങ്ങളെ എനിക്ക് ശരിക്കും അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഓരോ പേടിയായിരിക്കും അല്ലേ. സോ ഇനി അങ്ങോട്ട് പേടിക്കേണ്ട. നമ്മുടെ ചാപ്റ്ററിലുള്ള വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന, ആക്റ്റീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതും MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. IT പരീക്ഷയിൽ നമുക്ക് വെബ് ഡിസൈനിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Manjima has created a cascading style sheet for the school Little Kites website. Identify style sheet file for the following. അതായത് നമ്മുടെ മഞ്ജിമ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സ്കൂളിലുള്ള ഒരു ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ സ്റ്റൈൽ ഷീറ്റ് ആഡ് ചെയ്യാനും വേണ്ടി ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഏത് ഫോമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ഏത് ഫയലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്? നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ littlekites.html, littlekites.png, littlekites.css, നാലാമത്തത് littlekites.odt. എന്തായിരിക്കും? ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് 4ഉം ശരിയല്ലേ. പക്ഷേ നിങ്ങളെ ആൻസർ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. ഇതിൽ ആൻസർ എന്തായിരിക്കും? സ്റ്റൈൽ ഷീറ്റ്. സ്റ്റൈൽ ഷീറ്റ് ആണ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് വെച്ചാൽ CSS. എന്തിനാണ് ആക്ച്വലി ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി CSSനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് നമ്മളൊരു HTML ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പല കളറുകളും പല ഷേപ്പുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരില്ലേ? അതായത് ഫോണ്ടിന്റെ സ്റ്റൈല്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വഴി നമ്മുടെ വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആക്കാനും വേണ്ടി ചെയ്യുന്നതാണ് CSS. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഈ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വെബ് പേജിന്റെ അകത്ത് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മുടെ മഞ്ജിമ ഏത് ഫയലായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ആ ഓപ്ഷൻ കണ്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, CSS ഫയൽ, littlekites.css ഈ ഫയലാണ് യൂസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ എന്താ? HTML എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ പേരാണ്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ HTML യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ .html എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യുക അല്ലേ. ദെൻ PNG എന്താ? നമ്മളൊക്കെ ഫോട്ടോ എടുക്കാറില്ലേടാ. സോ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെക്കുന്ന ഫയൽ ഫോർമാറ്റ് ആണ് PNG, JPG ഇല്ലേ. സോ അത് ഒരു പിക്ചറിന്റെ പേരാണ്. ആൻഡ് മൂന്നാമത്തെ നമ്മുടെ CSS ആണ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ആൻഡ് നാലാമത്തത് ODT, ഓപ്പൺ ഡോക്യുമെന്റ് ടെക്സ്റ്റ്. അതായത് ഓപ്പൺ ഡോക്യുമെന്റ് ടെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ആണ്. എന്ത്? നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഏത് കിട്ടി? മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ടല്ല, അതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം നമുക്ക് ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാം. എല്ലാ ചോദ്യം വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് മൈൻഡ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാഗ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്ലൂഡ് CSS cascading style sheet in internal method in a web page? CSS അപ്ലൈ ചെയ്യണം ഏതിലാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാഗ്, ഈ തന്നിട്ടുള്ള ടാഗുകളിൽ ഏത് വെച്ചിട്ടാണ് ഇന്റേണൽ CSS അപ്ലൈ ചെയ്യുന്നത്? ഇന്റേണൽ CSS. അപ്പോ എന്തു മനസ്സിലാക്കണം? CSS നമുക്ക് നമ്മുടെ വെബ് പേജിനകത്ത് 3 രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇന്റേണൽ, രണ്ടാമത്തത് എന്താണ്? ഇൻലൈൻ, മൂന്നാമത്തത് എക്സ്റ്റേണൽ. ഏതൊക്കെയാ? ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. സോ ഇന്റേണൽ അതാദ്യം പറയാം, എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഇൻലൈൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഇൻലൈൻ CSS അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ടാഗുകൾ ഇല്ലേടാ, ഇവിടെ നിങ്ങൾ ഓപ്ഷനിൽ കാണുന്നില്ലേ, CSS, സ്റ്റൈല്, ബോഡി, H3, H1, അങ്ങനെ ഒരുപാട് HTML ടാഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഒരു HTML ടാഗിന്റെ ഓപ്പണിംഗ് ടാഗ്, അതായത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മുടെ H1 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ടാഗ് അല്ലേ? ഈ ഓപ്പണിംഗ് ടാഗിന്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂടെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ CSS അപ്ലൈ ആണെങ്കിൽ അതിനാണ് ഇൻലൈൻ CSS അപ്ലൈ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇപ്പൊ നമ്മൾ കണ്ട ഇന്റേണൽ എങ്ങനെയാ CSS അപ്ലൈ ചെയ്യാ? സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് തന്നെ യൂസ് ചെയ്യണം. സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തെ എക്സ്റ്റേണൽ ആണെങ്കിലോ എക്സ്റ്റേണൽ എങ്ങനെയാ CSS അപ്ലൈ ചെയ്യാ? ഒരു ഡോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പേര് abc.css, അതായത് എക്സ്റ്റേണൽ ലിങ്ക് യൂസ് ചെയ്തിട്ട്, ഏതാ ലിങ്ക് ടാഗ്, എക്സ്റ്റേണൽ CSS ഫയൽ ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിന് നമ്മൾ ലിങ്ക് ടാഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് കാണാം കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ത്രൂ ഔട്ട് ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. CSS എന്ന് പറയുന്നത് ഫുൾ ഫോം എന്താ? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അതായത് നമ്മുടെ വെബ് പേജിന്റെ അകത്ത് മോർ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് CSS. സോ 3 രീതിയിൽ നമുക്ക് CSS അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് എന്താ? ഇൻലൈൻ ആവുമ്പോൾ എങ്ങനെയാണ്? സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഇന്റേണൽ ആണെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നു. മൂന്നാമത്തത് എക്സ്റ്റേണൽ .css എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫയൽ ലിങ്ക് എന്ന് പറയുന്ന ടാഗിന്റെ സഹായത്തോടു കൂടി നമ്മുടെ HTML കൊണ്ടുവരുന്നു. സോ ഇതാണ് നിങ്ങൾ CSS കുറിച്ച് അറിയേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത്? ഇന്റേണൽ മെത്തേഡിൽ എങ്ങനെയാണ് CSS അപ്ലൈ ചെയ്യുക? എങ്ങനെയാണോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ മനസ്സിലായിട്ടുണ്ടാവും. ഏതാണ്? നമ്മുടെ C ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following can be used to color the paragraph in a web page? നമ്മുടെ ഒരു വെബ് പേജിന്റെ അകത്ത് ഒരു പാരഗ്രാഫിന് കളർ കൊടുക്കണം. ഏതിനാ? പാരഗ്രാഫിന് കളർ കൊടുക്കണം. വിത്ത് ദ കളർ, നമുക്ക് കളർ തന്നിട്ടുണ്ട് #332211 യൂസിങ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. CSS യൂസ് ചെയ്തിട്ട് നമ്മൾ പാരഗ്രാഫിന് ഈ ഒരു കളർ 332211 എന്ന് പറയുന്ന ഒരു കളർ കോഡ്, ഒരു ഹെക്സാഡെസിമൽ കോഡ് തന്നിട്ടുണ്ട്. ആ കോഡിലുള്ള കളറാണ് നമ്മുടെ പാരഗ്രാഫിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുക? CSS അപ്ലൈ ചെയ്യുക? നമുക്ക് നോക്കാം. A ആണോ, B ആണോ, C ആണോ? D. കാരണം വളരെ ശ്രദ്ധിക്കണേ. നോക്കിക്കോ, പാരഗ്രാഫ് ടാഗ് ആണ് നമ്മുടെ P. ഓക്കെ, ദെൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ കളർ കോളൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ നമ്മൾ ഈക്വൽ ടു ആണ് കണ്ടത്. ഈക്വൽ ടു യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് പറ്റുമോ? അതും ഇല്ല. സെമി കോളൻ പറ്റുമോ? ഇല്ല. കോളൻ തന്നെ വേണം. അപ്പൊ ആ മെത്തേഡ് മാത്രം പഠിച്ചാൽ പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഹാഷ്, നമുക്ക് തന്നിട്ടുള്ള കളർ ഏതാ? #332211 സെമി കോളൻ
ബ്രാക്കറ്റ്. അപ്പൊ ലാസ്റ്റ് ആണ് സെമിക്കോളൻ. കണ്ടോ, ലാസ്റ്റ് ആണ് സെമിക്കോളൻ ഉള്ളത്. അല്ലാതെ ഇവിടെ എന്താ ചെയ്യരുത്, സെമിക്കോളൻ കൊടുക്കരുത്, അവിടെ കോളൻ തന്നെ വേണം. അപ്പൊ പി കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കളർ കോളൻ, കളറിന്റെ കോഡ് എന്താണോ അത് കൊടുക്കുക, സെമിക്കോളൻ, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ബാക്കി ഓപ്ഷൻസ് അല്ലാത്തത് എന്ന് മനസ്സിലായോ? ചോദ്യം എന്താന്ന് മനസ്സിലായോ? തന്നിട്ടുള്ള പാരഗ്രാഫിന് കളർ കൊടുക്കണം. ഏത് കളറാണ് കൊടുത്തിട്ടുണ്ട്, CSS അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു ഗീവ് ദ ഫോണ്ട് സൈസ്. നമുക്കൊരു ഫോണ്ട് സൈസ് തന്നിട്ടുണ്ട്. ഫോണ്ട് സൈസ് എത്രയാണ് തന്നിട്ടുള്ളത്? 28 px പിക്സൽ. ഓക്കെ, 28 px ആണ് നമുക്ക് ഫോണ്ടിന്റെ സൈസ് തന്നിട്ടുള്ളത്. ആൻഡ് ടു H3 ഹെഡിങ്, നമ്മുടെ H1, H2, H3, H4, H5, H6 ഇത്രയും ഹെഡിങ് ടാഗുകൾ നമുക്കുണ്ട്. അതിൽ H3 എന്ന് പറയുന്ന ഹെഡിങ്ങിനാണ് ഈ ഒരു ഫോണ്ട് സൈസ് കൊടുക്കേണ്ടത്. ഇൻ എ വെബ് പേജ് യൂസിങ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. CSS ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് ഓപ്ഷൻസിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക? ഓക്കെ, നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ ഒരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയായിരിക്കും? ദാ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്പർ എയില് ഈക്വൽ ടു ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പറ്റുമോ? ഇല്ല. ദെൻ ഇവിടെ കോളൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദാ H3 സൈസ് കോളൻ 28 പിക്സൽ സെമിക്കോളൻ. പക്ഷേ നമുക്ക് ഫോണ്ടിന്റെ സൈസ് കൊടുക്കുമ്പോൾ ആട്രിബ്യൂട്ടിന്റെ പേരെന്താ? സ്റ്റൈൽ ഏതാ? ആട്രിബ്യൂട്ട് അല്ല, സ്റ്റൈൽ ഏതാ? ഫോണ്ട് സൈസ് എന്ന് പറയുന്ന സ്റ്റൈലാണ്. സോ ഓപ്ഷൻ ഡി ആണ്. കൺഫ്യൂസിങ് ആകാൻ എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്നുമല്ലടാ, ഒരു ഫോണ്ട് സൈസ് മാറ്റണം. ഹെഡിങ് H3 എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ ഫോണ്ടിന്റെ സൈസ് മാറ്റണം. അപ്പോ ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് CSS അപ്ലൈ ചെയ്യുക. കോളൻ വേണം, സെമി കോളൻ വേണം, അതുപോലെ ആ പാരഗ്രാഫിന്റെ അല്ലെങ്കിൽ ടാഗിന്റെ പേര് വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ, എയും സിയും അല്ല, അവിടെ ഈക്വലിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈക്വലിറ്റി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൺഫ്യൂഷൻ ആയിട്ട് എന്ത് വരും? ബിയും ഡിയും, ബിയിലും കോളനും സെമി കോളനും തന്നെയാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്, ഡിയിലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് ഫോണ്ടിന്റെ സൈസ് മാറ്റണമെങ്കിൽ ഫോണ്ട് സൈസ് എന്ന് പറയുന്ന സ്റ്റൈലാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ സൈസ് അല്ല. പോയിന്റ് മനസ്സിലായോടാ? സോ അതുകൊണ്ടാണ് ബി ആൻസർ ആവാത്തത്, ഡി ആൻസർ ആയത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ് ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ വെബ് പേജ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഒരു CSS അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? എന്താ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫയലിന്റെ പേര് കൊടുത്തിട്ട് ലാസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് കൊടുക്കൂലേ, അതാണ്. അതായത് ഫയലിന്റെ ഫോർമാറ്റ് ഏത് രീതിയിലുള്ള ഫയലാണ് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. .svg ആണോ, .py ആണോ, .html ആണോ, .css ആണോ? നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ലിറ്റിൽ കൈറ്റ്സിന്റെ അവിടെ നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. .css അല്ലേ നമ്മൾ ചൂസ് ചെയ്തത്? ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന CSS അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ലിറ്റിൽ കൈറ്റ്സ് .css അല്ലേ യൂസ് ചെയ്തത്? അതായത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് നമ്മുടെ വെബ് പേജിൽ കൊണ്ടുവരാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട എക്സ്റ്റൻഷൻ എന്താണ്? CSS ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്താ? .svg എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. ഓക്കെ, സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആണ്. അതായത് നമ്മളെ പിക്ചറിനൊക്കെ ഗ്രാഫിക്സിനൊക്കെയാണ് എന്ത് svg യൂസ് ചെയ്യുന്നത്. ആൻഡ് .py എന്താ? പൈത്തൺ സേവ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ .py യൂസ് ചെയ്യാം. ആൻഡ് HTML എന്താ? നമ്മുടെ വെബ് പേജ് നമ്മൾ സേവ് ചെയ്യുമ്പം .html കൊടുത്തിട്ടാണ് സേവ് ചെയ്യുക. CSS അപ്ലൈ ചെയ്യുമ്പം .css ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the full form of WCMS used for creating website? ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന WCMS ന്റെ ഫുൾ ഫോം എന്താണ്? എന്താ WCMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫുൾ ഫോം അവിടെ നിൽക്കട്ടെ, അതെന്താന്ന് അറിയണ്ടേ? നമ്മൾ HTML കോഡ് എഴുതാൻ പഠിച്ചു,
CSS കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എഴുതാനൊക്കെ പഠിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും പഠിക്കാറുണ്ടല്ലേ. സോ ഇവിടെ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ കണ്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത്? അവരിങ്ങനെ കോഡ് എഴുതും. വെബ് ഡിസൈനേഴ്സ് നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുന്നവരാണ്, എല്ലാം കാണുന്നവരാണെന്ന് എനിക്കറിയാം. നമ്മൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അതായത് നമ്മളെല്ലാവരും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ബാക്കിൽ ഇങ്ങനെ കോഡ് എഴുതുന്നത് കണ്ടിട്ടില്ലേ? സോ അതൊന്നും ഇപ്പൊ എഴുതേണ്ട ആവശ്യമില്ലടാ. എല്ലാം ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ നമുക്ക് കിട്ടും. സോ അങ്ങനെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? WCMS. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? WCMSന്റെ ഫുൾ ഫോം എന്താണ്? വെബ് കണ്ടന്റ് മെയിൻ്റനൻസ് സിസ്റ്റം ആണോ? ഒന്നാമത്തെ വെബ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? ആൻഡ് വിക്കി കൺട്രോൾ മെഷീൻ സിസ്റ്റം ആണോ? വിക്കി കണ്ടന്റ് മെഷീൻ സിസ്റ്റം ആണോ? ഏതാണ് നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും? ഏതാണ്? നമ്മുടെ ബി ആണ് ആൻസർ വരുന്നത്. വെബ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? ആൻഡ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈൽ ക്രിയേറ്റിംഗ് വെബ് പേജ്, നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. Style can be included along with the HTML tags using cascading style sheet. What it is called? ചോദ്യം മനസ്സിലായോ? എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? While creating web page, നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റൈൽ ക്യാൻ ബി, ശ്രദ്ധിക്കണേ, സ്റ്റൈൽ ക്യാൻ ബി ഇൻക്ലൂഡ് അലോങ് വിത്ത് HTML ടാഗ്. അലോങ് വിത്ത് HTML ടാഗ്. HTML ടാഗിന്റെ കൂടെ നമ്മുടെ CSS എപ്പോഴാ അപ്ലൈ ചെയ്യാ? നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരണം, ഇൻലൈനിലല്ലേ ഞാൻ പറഞ്ഞു തന്നിരുന്നത്? ഹെഡിങ് ടാഗ് H2 ആണെങ്കിൽ അതിന്റെ കൂടെ സ്റ്റൈൽ ഈക്വൽ ടു വാല്യൂ കൊടുക്കുക, ദെൻ H2 ക്ലോസ് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു ഇൻലൈൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ 3 രീതിയിലാണ്. കണ്ടോ? അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ? അപ്പോ ഒരു HTML ടാഗിന്റെ കൂടെ തന്നെ, അതായത് അട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് സ്റ്റൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, CSS അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് inline.css ആണ്, ഇൻലൈൻ CSS ആണ്. ഓക്കെ, ഇനി എക്സ്റ്റേണലും ഇന്റേണലും എന്താ? ഇന്റേണൽ ആണെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നു അല്ലേ? സ്റ്റൈൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ .css ഫയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, .css ഫയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ CSS ആണ്. ABC നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ നമ്മൾ പതറി പോവരുത്. ജസ്റ്റ് 1-2 പ്രാവശ്യം പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. യഥാർത്ഥത്തിൽ ഒരു പ്രാവശ്യം തന്നെ വായിച്ചാൽ കിട്ടും. അത്രക്കും സിമ്പിൾ ആണ്. നിങ്ങൾ വെറുതെ പാനിക് ആയിട്ട് അയ്യോ എനിക്കിത് കിട്ടൂലല്ലോ, IT എക്സാമിന് എനിക്ക് പാളോ എന്നുള്ള പേടിയോടുകൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതൊക്കെ തന്നെയുള്ളൂ ഇതേ ചോദിക്കുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതിനാണ് ഞാൻ ഓരോ എക്സാമ്പിൾ പറയുമ്പോഴും അതിലുള്ള ഫയലുകൾ ഓപ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു തരുന്നത്. അതായത് ഓപ്ഷൻ 1 കറക്റ്റ്, ബാക്കി എന്തുകൊണ്ടല്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കേട്ടിരുന്ന് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആൻഡ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following statement is used for adding background color? തന്നിട്ടുള്ളതില് ബാക്ക്ഗ്രൗണ്ട് കളർ, നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം ടു ദ H2 ടാഗ് ഹെഡിങ്. ഏതിലാ? H2 ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. H2 ടാഗിനാണ് കൊടുക്കേണ്ടത്. ഫോർ എ വെബ് പേജ് യൂസിങ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഒരു വെബ് പേജില് H2 നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ഏതാ യൂസ് ചെയ്യേണ്ടത്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ചു മുമ്പേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഏതായിരിക്കും ആൻസർ? ബി ആണ് റൈറ്റ് ആൻസർ വരിക. കാരണം എക്ക് ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്തത്. അത് പറ്റുമോ? ഇല്ല, കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ബാക്കിയുള്ളവർക്കൊക്കെ കണ്ടോ
ഈ ചിഹ്നമാണ്, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്തത്, അതൊന്നും പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പാരഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞിരുന്നു, പി കേർലി ബ്രാക്കറ്റ് കളർ കോളൻ, ആ കളറിന്റെ കോഡ് സെമി കോളൻ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതാ H2 കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കോളൻ ഏത് കളറാ? ഗ്രീൻ കളർ, ദെൻ സെമി കോളൻ ക്ലോസ് ചെയ്തു. ക്ലിയർ അല്ലേ? അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അങ്ങനെയാണ് നമ്മൾ CSS അപ്ലൈ ചെയ്യുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാ നമുക്കൊരു HTML കോഡ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ HTML കോഡ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, HTML ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഹെഡ് ഉണ്ട്. ഹെഡിനകത്ത് ഇതാ ഹെഡ് സെഷനകത്ത് ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗിനകത്ത് റെയിൽ ഒരു സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് ഓർ CSS href is equal to style.css. href is equal to style.css. okay, and head goes ചെയ്തു, body h3 സ്റ്റേജ് ഐറ്റം H3 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എന്താണ്? ഇൻ ദ above following web page code the cascading style sheet are include as. ഏത് രീതിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഞാൻ കുറച്ചു നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. CSS അപ്ലൈ ചെയ്യുന്നത് 3 മെത്തേഡിൽ ഏത് മെത്തേഡാണ്? നമ്മൾ പറഞ്ഞിരുന്നു, ലിങ്ക് ടാഗിന്റെ സഹായത്തോടു കൂടി HTML-ന്റെ അകത്ത് href is equal to എന്ന് പറഞ്ഞിട്ട് നമുക്ക് style .css എന്തോ പേര് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, .css ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിങ്ക് ചെയ്യാൻ പറ്റും. ഇതെന്താണ്? ഇന്റേണൽ ആണോ, അതായത് ഇൻലൈൻ ആണോ, എക്സ്റ്റേണൽ ആണോ, ഇന്റേണൽ CSS ആണോ, അതോ സ്റ്റൈൽ CSS ആണോ? ഏതാണ്? എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ പറഞ്ഞു ഏതാണ്? എക്സ്റ്റേണൽ CSS അല്ലെ? എക്സ്റ്റേണൽ CSS ആണിത്. എക്സ്റ്റേണൽ ആണ് നമ്മൾ ലിങ്കിന്റെ സഹായത്തോടു കൂടി പഠിക്കുന്നത് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ യൂസിങ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഇൻ എ വെബ് പേജ്. ഒരു വെബ് പേജിൽ നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ഫോണ്ട് നെയിം? ഏതാ? ഫോണ്ട് നെയിം അപ്ലൈ ചെയ്യാൻ നേരത്തെ നമ്മൾ ഫോണ്ട് സൈസ് പറഞ്ഞിരുന്നു അല്ലെ? അതുപോലെ തന്നെ ഫോണ്ട് നെയിം നമ്മൾ കൊടുക്കുമ്പോൾ ഏത് ടാഗാണ്, ഏത് ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുക? ഫോണ്ട് ആണോ, ഫോണ്ട് നെയിം ആണോ, ഫോണ്ട് പ്രോപ്പർട്ടി ആണോ, ഫോണ്ട് ഫാമിലി ആണോ? ഏതായിരിക്കും? HTML-ന്റെ അകത്ത് നമ്മൾ CSS-ലാണ് കൊടുക്കുന്നത്. ഇതിലേതാണ്? നമുക്ക് കൺഫ്യൂസിങ് ആണ്. എല്ലാത്തിലും ഫോണ്ട് ഉണ്ട്, ഫോണ്ട് നെയിം ആണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ആദ്യം തന്നെ ഫോണ്ട് നെയിം അങ്ങോട്ട് ടിക്കിടും. ചെയ്യരുത്. ഈ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചു നോക്കണം. ഫോണ്ട് നെയിമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ തന്നത്, പക്ഷേ നമ്മുടെ CSS-നകത്ത് ഫോണ്ട് നെയിമുകളൊക്കെ കിടക്കുന്നത് ഫോണ്ട് ഫാമിലിയിലാണ്. സോ ആൻസർ ഫോണ്ട് ഫാമിലിയാണ്. ഫോണ്ട് നെയിം ഡയറക്റ്റ് ആരും ആൻസർ ചെയ്യരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ വരുമ്പോ എന്നെ ഓർമ്മ വരണം, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഫോണ്ട് നെയിമിലേക്ക് ആരും പോവരുത്, ഫോണ്ട് ഫാമിലി ആണ്. ക്ലിയർ അല്ലേടാ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് is the symbol used for separating the style and value of a selector while preparing cascading style sheet? ക്വസ്റ്റ്യൻ ഒന്നുമല്ല, CSS അപ്ലൈ ചെയ്യുമ്പം കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂവിനെയും സ്റ്റൈലിനെയും സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താ? വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതിന്റെ കളർ ഉണ്ടാവില്ലേ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ഇതൊക്കെ അല്ലേ? ആ വാല്യൂ ആണ് നമ്മൾ പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്താ? നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, കളർ എന്നൊക്കെ കൊടുത്തില്ലേ? ഇതിൽ ഏത് ചിഹ്നം യൂസ് ചെയ്തിട്ടാണ്, ഏത് സിമ്പലാണ് സ്റ്റൈലിനെയും വാല്യൂവിനെയും സെപ്പറേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്? സെമി കോളൻ ആണോ, കോളൻ ആണോ, സെമി കോളൻ ആണോ, ഫുൾ സ്റ്റോപ്പ് ആണോ, ബ്രാക്കറ്റ് ആണോ? എല്ലാവരും പെട്ടെന്ന് പോവും D ആണ്. ബ്രാക്കറ്റ്, കേർലി ബ്രാക്കറ്റ് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അതാണ്. പക്ഷേ അല്ല. ഏതാണ്? ഞാൻ നേരത്തെ നമ്മൾ കണ്ട ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോയി വരാം. ഇതാ ഇവിടെ ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതായിക്കോട്ടെ. ഇവിടെ കണ്ടോ, ഇതിനകത്ത് കളറാണ് എന്ത്? സ്റ്റൈൽ. വാല്യൂ
ഈ ഒരു കളറിന്റെ കോഡാണ്. സ്റ്റൈലിനെയും വാല്യൂവിനെയും സ്റ്റൈലിനെയും സെപ്പറേറ്റ് ചെയ്തത് ആരാ കോളനാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിളും കൂടെ പഠിച്ചിരുന്നു ഇവിടെ ബാക്ക്ഗ്രൗണ്ടിന്റെ കേസിൽ. ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മുടെ സ്റ്റൈല്. കളർ ഏതാ? ഗ്രീന്. ഓക്കെ, കളറിനെയും കളറല്ല, വാല്യൂ ഗ്രീന്. ഓക്കെ, കളർ. ദെൻ ബാക്ക്ഗ്രൗണ്ട് രണ്ടിനെയും സ്റ്റൈലിനെയും വാല്യൂവിനെയും സെപ്പറേറ്റ് ചെയ്തത് കോളൻ. ക്ലിയർ അല്ലേ? സോ അതാണ് ഇവിടുത്തെ ചോദ്യം. ഏതാണ്? കോളനാണ് സ്റ്റൈലിനെയും വാല്യൂവിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of following cascading style sheet is used to define the heading in the given web page? നമുക്കൊരു വെബ് പേജ് തന്നിട്ടുണ്ട്, ഒരു വെബ് പേജിന്റെ കോഡ് തന്നിട്ടുണ്ട്. ആ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഏത് which type of the following cascading, ഏത് ടൈപ്പിലാണ്? Cascading style is used to define the heading. ഹെഡിങ്ങിൽ സ്റ്റൈൽ നമ്മുടെ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അപ്ലൈ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്ത മെത്തേഡ് ഏതാണ്? ഏത് ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നമുക്ക് തോന്നും സാർ ഇത് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആട്രിബ്യൂട്ട് യൂസ് ചെയ്താൽ എന്താണ്? നമ്മുടെ ഇന്റേണൽ അല്ലേ? സോ നമുക്ക് ഇന്റേണൽ എന്നുള്ളത് ഇന്റേണൽ സെലക്ടർ എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇന്റേണൽ സെലക്ടർ എന്ന് പറഞ്ഞൊരു സെലക്ടർ ഇല്ല. ശ്രദ്ധിക്കണേടാ, എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിട്ടുള്ള HTML കോഡിനകത്ത് ഒരു HTML കോഡിനകത്ത് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ടൈപ്പാണ് യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ ടൈപ്പ് സെലക്ടർ, ക്ലാസ് സെലക്ടർ, ഇന്റേണൽ സെലക്ടർ, എക്സ്റ്റേണൽ സെലക്ടർ. നമ്മളെല്ലാവരും ഇപ്പൊ പറഞ്ഞതുപോലെ നോക്കും. ഇതിലിപ്പോ ടൈപ്പ് നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്റേണൽ ആണ്, ഇന്റേണൽ CSS ആണ്. പക്ഷേ ഇവിടെ CSS ആണോ ചോദിച്ചിട്ടുള്ളത്? ആണോ? ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏത് ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും സെലക്ടർ ഏതാണ്. ഏത് സെലക്ടറാ? നമുക്ക് രണ്ട് സെലക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തെ സെലക്ടർ ടൈപ്പ് സെലക്ടർ, രണ്ടാമത്തെ സെലക്ടർ ക്ലാസ് സെലക്ടർ ആണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്താണ്? ടൈപ്പ് സെലക്ടർ ആണ്. അപ്പൊ ക്ലാസ് സെലക്ടർ എന്താ ക്ലാസ് സെലക്ടർ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലാസ് സെലക്ടർ? ഇപ്പോ ഇത് ഞാൻ എന്ത് പറഞ്ഞു? എല്ലാവരും ശ്രദ്ധിക്കണേ. ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ് ക്ലാസ് സെലക്ടറും ടൈപ്പ് സെലക്ടറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇതിപ്പോ ഹെഡ് സെഷനിൽ ശ്രദ്ധിക്കണേടാ, ഹെഡ് സെഷനിൽ നമ്മളൊരു H3 ഫോണ്ട് ഒരു ഫാമിലി കൊടുത്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫോണ്ട് സൈസും കൊടുത്തിട്ടുണ്ട്. അതായത് H3 എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിനെ നമ്മളിവിടെ CSS അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെബ് പേജിനകത്ത് ഏത് H3 ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ കളർ എന്താണ്? കളറൊക്കെ ഈ ഒരു ഗ്രീൻ കളറിൽ, ഈ ഒരു ഫാമിലിയിൽ, ഈ ഒരു സൈസിലാണ് വരിക അല്ലേ? അതാണ് നമ്മൾ സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി എന്ത് സെലക്ടർ? ടൈപ്പ് സെലക്ടർ യൂസ് ചെയ്യുമ്പോൾ. ഇനി ക്ലാസ് സെലക്ടർ എന്താ? ക്ലാസ് സെലക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഒരേ ടാഗ് യൂസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ പാരഗ്രാഫ് ടാഗ് ഇല്ലേ, നമ്മുടെ പി ടാഗ് ഇല്ലേ, പാരഗ്രാഫ് ടാഗ് നമ്മൾ ഒരു വെബ് പേജിൽ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് പാരഗ്രാഫ് ഉണ്ടാവില്ലേ? സോ നമ്മുടെ വെബ് പേജിനകത്ത് വേറെ പാരഗ്രാഫിൽ വേറെ കണ്ടന്റ് ആയിരിക്കും. അതിലുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് വേറെ ആവില്ലേ? സോ വേറെ പാരഗ്രാഫുകൾ ഒരേ P എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാൽ നമുക്ക് എന്ത് ചെയ്യണം? വ്യത്യസ്ത കളറിൽ വ്യത്യസ്ത രൂപത്തിൽ കൊടുക്കണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യേണ്ടത്. സോ ക്ലാസ് സെലക്ടർ എങ്ങനെയാ ഉണ്ടാവുക? ഇത് H3 എന്ന് പറയുന്നത് ടൈപ്പ് സെലക്ടർ ആണ്. ക്ലാസ് സെലക്ടർ ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. പാരഗ്രാഫ് ആണ് ടാഗ് എങ്കിൽ P ബ്ലൂ ബ്രാക്കറ്റ് കൊടുക്കുക. ഫോണ്ട് ഫാമിലി ഈക്വൽ ടു കോളൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫാമിലി കൊടുക്കുക. ഓക്കെ, കളർ ഇവിടെ ഗ്രീനാണ് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു
കളർ തന്നെ കൊടുക്കണമെന്നില്ല, നമ്പേഴ്സ് ഒക്കെ കൊടുക്കാം. നോ എന്തും കളർ കോഡ്, ഹെക്സാഡെസിമൽ കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ കളറിന്റെ പേര് കൊടുക്കാം. ആൻഡ് അല്ലെങ്കിൽ ഫോണ്ട് സൈസ് വേണമെങ്കിൽ ഫോണ്ട് സൈസ് നമുക്ക് എത്ര കൊടുക്കാം? ഒരു 40px. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് ഒരു പാരഗ്രാഫ്. ഓക്കെ, അടുത്ത നമുക്ക് വേറെ പാരഗ്രാഫ് വേറെ ടാഗിൽ വേണമെങ്കിലോ പി തന്നെ. നമ്മൾ പാരഗ്രാഫിന് പി അല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ വെബ് പേജിൽ തന്നെ ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് പി എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ഒരു പാരഗ്രാഫ് ബ്ലൂ കളർ ആണെങ്കിൽ ഒരു പാരഗ്രാഫ് എനിക്ക് റെഡ് കളറാണ് വേണ്ടത്. അപ്പോ ഇവിടെ ക്ലാസിന്റെ പേരെന്താ? ബ്ലൂ റെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതാണ് എന്ത്? ക്ലാസ് സെലക്ടർ. ക്ലിയർ? ദെൻ ഇതുപോലെ നമുക്ക് സൈസ് ഒക്കെ കൊടുക്കാം, ഫോണ്ട് ഫാമിലി കൊടുക്കാം. ഫോണ്ട് ഫാമിലി വേറൊരു ഫാമിലി വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതന്നെ കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതന്നെ കൊടുക്കാം. പക്ഷെ നമുക്ക് കളർ എന്താ വേണ്ടത്? കളർ നമ്മളിവിടെ ബ്ലൂ കളറിന് വേണ്ടി ബ്ലൂ കളറിന്റെ കോഡ് നമ്മൾ കൊടുത്തു. ഇതാണ് ബ്ലൂ കളറിന്റെ കോഡ്. ഇനി റെഡ് കളറിന്റെ കോഡ് നമ്മൾ കൊടുക്കണം. റെഡ് കളറിന്റെ കോഡ് #0000 സോറി F00 ഞാൻ തിരിച്ചു FF0000. ഓക്കെ, ദെൻ ഫോണ്ട് സൈസ് :20 അല്ലെങ്കിൽ 40 പിക്സൽ തന്നെ കൊടുക്കാം. വലിയ ഇതായിരിക്കും 40px. ക്ലോസ് ചെയ്യാം. ക്ലിയർ? സോ ഇതാണ് എന്ത്? ഇത് മക്കളെ എന്താണ്? നമ്മുടെ ക്ലാസ് സെലക്ടർ ആണ്. ക്ലാസ് സെലക്ടർ ആണ്. നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ പ്രകാരമുള്ളത് ടൈപ്പ് സെലക്ടർ ആണ്. അപ്പൊ ടൈപ്പ് സെലക്ടറും ക്ലാസ് സെലക്ടറും മനസ്സിലായോ? നമുക്ക് ഒരേ പ്രോഗ്രാമിൽ തന്നെ ഒരേ ടാഗ് യൂസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ്സ് പോലത്തെ സംഭവം, ഒരേ ടാഗ് യൂസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ, ലൈക്ക് പാരഗ്രാഫ് നമുക്ക് ഒന്നിൽ കൂടുതൽ പാരഗ്രാഫ് ഉണ്ടാവും, അത് നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്ത കണ്ടന്റ് ആണ്, അത് വ്യത്യസ്ത കളറിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യാം. അല്ല എല്ലാ പാരഗ്രാഫും ഒരേപോലെയാണ് വരേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് സെലക്ടർ യൂസ് ചെയ്യാം. ഇവിടെ കണ്ടോ H3 നമ്മൾ ടൈപ്പ് സെലക്ടർ ആണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, when we create web page, നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ which icon should be included after the name of the tag to give attributes of a tag cascading style sheet. അപ്പോൾ നമ്മളൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുമ്പോൾ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ഒരു വെബ് പേജിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഏത് സിമ്പിളാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ടത്? ഏതാണ്? നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഏതാണ് യൂസ് ചെയ്യേണ്ടത്? കേർലി ബ്രാക്കറ്റ്സ് അല്ലേ? നമ്മളിപ്പോ ഒരുപാട് തവണ എക്സാമ്പിൾ പറഞ്ഞു. എല്ലാത്തിനും നമ്മൾ ഓപ്പണിംഗ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ് ആണ്. കേർലി ബ്രാക്കറ്റിന്റെ അകത്താണ് നമ്മൾ ആ സ്റ്റൈലും അതിന്റെ കോളൻ, വാല്യൂ, സെമി കോളൻ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. ചൂസ് ഫ്രം ദ ഫോളോയിങ് ദ ലാംഗ്വേജ്. നമുക്ക് കുറച്ച് ലാംഗ്വേജ് തന്നിട്ടുണ്ട്. എന്താ അതിൽ ചൂസ് ചെയ്യേണ്ടത്? ലാംഗ്വേജ് ദാറ്റ് കോമൺലി യൂസ്ഡ് ടു ക്രിയേറ്റ് എ വെബ് പേജ്. അതായത് ഒരു വെബ് പേജ്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന HTML, അതുപോലെ പിന്നെ CPP, LaTeX, Python എന്നുപോലെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ലാംഗ്വേജിൽ ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം. നമ്മൾ എപ്പോഴും കണ്ടുപരിചയമുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന HTML തന്നെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ HTML യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ IT യുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്
വൃത്തിക്ക് വായിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഷുവർ ആയിട്ടും കംപ്ലീറ്റ് വായിച്ചൊരു കുട്ടിക്ക് ഷുവർ ആയിട്ടും ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വെറുതെ പാനിക് ആയിട്ട് ടെൻഷനായിട്ട് ഇരിക്കരുത്. ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് പോർഷൻസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫുള്ളി കോൺസെൻട്രേഷൻ എന്തിലാക്കണം? നമ്മുടെ IT ടെക്സ്റ്റ് ബുക്കിലാക്കണം. എന്നിട്ട് അതിൽ ഓരോ ടൂൾസും ഓരോ കാര്യങ്ങളും തിയറിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വെബ് ഡിസൈനിങ്, ആക്റ്റീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഫാസിൽ ഫ്രം ഏഗൻ ലേണിംഗ്. ബൈ ബൈ.